ഇപ്പോൾ ശരിയാക്കാമെന്ന അധികാരികളുടെ കപട വാഗ്ദാനത്തിൽ നീളുകയാണ് വെള്ളനാടി വള്ളക്കടവ് പാലത്തിൻ്റെ പുനരുദ്ധാരണം. 2021 ഒക്ടോബർ 16-നുണ്ടായ മഹാപ്രളയത്തിലാണ് വെള്ളനാടി വള്ളക്കടവ് പാലം തകർന്നത്. തൂണുകൾ മാത്രം അവശേഷിപ്പിച്ച പാലം പൂർണ്ണമായും തകർന്നു. പ്രളയത്തിൽ കൂട്ടിക്കൽ, കൊക്കയാർ, മുണ്ടക്കയം പഞ്ചായത്തുകളിലെ ചെറുതും വലുതുമായ നിരവധി പാലങ്ങൾ ഒലിച്ചുപോയി. ഇവയിൽ ഒട്ടുമിക്കതും പുനർനിർമ്മിക്കുകയും ചിലത് നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയുമാണ്. എന്നാൽ വെള്ളനാടി വള്ളക്കടവ് പാലത്തോടുള്ള അധികാരികളുടെ അവഗണന 4 വർഷം പിന്നിടുകയാണ്. പ്രളയം നടന്ന 1 വർഷത്തിന് ശേഷം വെള്ളനാടി വള്ളക്കടവ് പാലം പുനർനിർമ്മിക്കുന്നതിനായി 50 ലക്ഷം രൂപ അനുവദിച്ചെന്ന് സ്ഥലം MLA പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. പുതിയ പാലം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയോളം ചെലവ് വരുമെന്നതിനാൽ നിലവിലെ പാലത്തിൻ്റെ തൂണുകൾ നിലനിർത്തി നവീകരിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഒന്നും നടന്നില്ല. പഞ്ചായത്തിന് ഇത്രയും വലിയ തുക മുടക്കി പാല നിർമ്മാണം നടത്തുവാനും കഴിയില്ല. ഇതോടെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായ ആളുകൾ കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. കണ്ണിമല, മുരിക്കുംവയൽ അടക്കമുള്ള സ്കൂളുകളിലേക്ക് മേഖലയിലെ വിദ്യാർത്ഥികൾ കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. വാഹന ചെലവിൽ മാത്രം നല്ലൊരു തുക ഇത്തരത്തിൽ വിദ്യാർത്ഥി കുടുംബങ്ങൾ നൽകേണ്ടി വരികയാണ്. 1990കളിലാണ് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം പ്രളയത്തിൽ തകർന്ന ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇപ്പോൾ ഈ പാലം തകർന്ന 4 വർഷം പിന്നിടുമ്പോൾ 90കളിലേക്കാൾ പരിമിതമാണ് തങ്ങളുടെ യാത്രാ സൗകര്യമെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പ്രളയബാധിത മേഖലയിലെ മറ്റ് പ്രദേശങ്ങൾക്ക് നൽകിയ പരിഗണന തങ്ങൾക്കും നൽകണമെന്നും വെള്ളനാടി പാലത്തോടുള്ള അധികാരികളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.